നമുക്കിന്ന് ഒരു ഈസി സാമ്പാർ നോക്കിയാലോ? സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരേ ഒരു വെജിറ്റബിൾ വെച്ചിട്ടാട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പരിപ്പ് എടുക്കുന്നുണ്ട്. പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരു 1/4 കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട്. പരിപ്പ് നമ്മളെപ്പോഴും കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. വഴുതനങ്ങ മാത്രമാണ് കേട്ടോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അവിടെ വെക്കുക കേട്ടോ. ഇനി ഞാൻ എടുക്കുന്ന 3 വഴുതനങ്ങ ആട്ടോ ഇതിലേക്ക് എടുക്കുന്നത്. ഒരെണ്ണം ചെറുതാട്ടോ. അപ്പോൾ 2 വലുതും ഒരു ചെറിയ വഴുതനങ്ങ മാത്രമേ ഞാൻ ഇതിലിടുന്നുള്ളൂ. വഴുതനങ്ങ സാമ്പാറാട്ടോ ഇത്. പിന്നെ ഞാൻ ഉള്ളി എടുക്കുന്നുണ്ട്. ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. എരിവുള്ള ഒരു 3 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഒരു 3 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ഇത്ര എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ നമുക്ക് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണേ. കാരണം നമ്മൾ കുക്കറിലിട്ട് കഴിയുമ്പോൾ ഇത് എന്തായാലും ഉടഞ്ഞു പോകും. വലിപ്പം എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ഇതുപോലെ തന്നെയല്ല, വേണമെങ്കിൽ റൗണ്ടായിട്ടോ സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അരിഞ്ഞതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നമുക്ക് കഴുകി ഊറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പരിപ്പിലേക്ക് ഈ നമ്മുടെ വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളി എടുത്തിട്ട് ചെറിയുള്ളി നമുക്ക് 2 ആക്കിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞോ എടുക്കാം. 2 ആക്കി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അരിഞ്ഞ് നമുക്ക് എടുത്ത അത്രയും ചുവന്നുള്ളി അതിനകത്തോട്ട് ഇടണ്ട. ഒരു 10 എണ്ണം ഇട്ടാൽ മതി. ബാക്കി ഒരു 3-4 എണ്ണം നമുക്ക് അവിടെ വയ്ക്കാം. ലാസ്റ്റ് താളിച്ചിടാൻ വേണം. അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ലാസ്റ്റ് ആട്ടോ ഞാൻ ഇടുന്നത്. വെളുത്തുള്ളി ഞാൻ ഉള്ളിയുടെ കൂടെ ലാസ്റ്റ് താളിച്ചിടാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ളതേ ചേർക്കുന്നുള്ളൂ. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി ചേർക്കാം. ഇപ്പം തന്നെ അധികം ചേർത്ത് ഒരുപാട് ഉപ്പാക്കി കളയണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവനുസരിച്ച് എടുക്കുക. പിന്നെ ചേർക്കുന്ന സാമ്പാർ പൊടി കേട്ടോ. സാമ്പാർ പൊടി ഒരു 3 ടീസ്പൂണോളം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇനിയും ചേർക്കും, പക്ഷേ ഇപ്പോൾ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. മൊത്തം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ ഞാൻ അടിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാളംപുളിയാണ്. വാളംപുളി ഞാൻ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ച് വെക്കാം. ഇപ്പം ചൂടുവെള്ളം ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചത് അതുകൊണ്ടാട്ടോ ഞാൻ. എന്നിട്ട് നമ്മൾ തിരുമ്മി പിഴിഞ്ഞ് അവിടെ വെക്കാം. ഇനി അടുത്തത് നമ്മുടെ വഴുതനങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ എടുത്തിട്ടുള്ളൂ. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ പരിപ്പ് ഞാൻ ഇതിൽ കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞില്ലേ. പരിപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. തക്കാളി പോലും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ആവശ്യത്തിന് വെള്ളം നോക്കുക, വെള്ളത്തിൻ്റെ പാകം നോക്കുക. എന്നിട്ട് ഇനിയും വെള്ളം വേണം, ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് തിളപ്പിക്കാം. നന്നായിട്ട് തിളപ്പിക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പരിപ്പ് ഉള്ളതല്ലേ, ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൽ വഴുതനങ്ങ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എന്തിനാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണത്. അത് മാത്രമല്ല ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടി എടുത്തിരിക്കുന്ന ഒരു 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും അത്യാവശ്യം ഇടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് രണ്ടുമാണ് നമുക്ക് ആ സാമ്പാറിൻ്റെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് നന്നായിട്ട് ഇത് കണ്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാമ്പാറിന് ഒരു നല്ല കളറും കിട്ടും, ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയാട്ടോ പൊടികൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മളത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര നീര് ഒഴിക്കുന്നുണ്ട്. പഞ്ചസാര യൂസ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം. ശർക്കര ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ.
1.5 ടേബിൾ സ്പൂണോളം ശർക്കര നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സാമ്പാറിൻ്റെ പുളിയും ഉപ്പൊക്കെ അനുസരിച്ച് വേണം കേട്ടോ മധുരം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഉപ്പ് കുറവോ പുളി കുറവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇറക്കണ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായം പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ചാറ് കുറുകി നല്ല പാകമായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഉള്ളി താളിച്ചിടണം. അതിനുവേണ്ടി അപ്പുറത്തെ അടുപ്പിൽ വേറൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുക, വറ്റൽമുളക് ഇടുക, അതുപോലെ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഉള്ളി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിക്ക് മുന്നേ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അതിന് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടെ ഇടാമെന്ന് വിചാരിച്ചത്. കാരണം എളുപ്പം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സാമ്പാറിന്. ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ആരും കഴിക്കില്ല. അതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ തന്നെയായിരിക്കും. ഇതാകുമ്പോൾ വഴുതനങ്ങ ഉടഞ്ഞു പോകുന്നതുകൊണ്ട് വഴുതനങ്ങയാണെന്ന് പോലും പറയില്ല. ഈ സാമ്പാർ നന്നായിട്ട് ചിലവായിക്കോളും. അപ്പോൾ ഞാനിത് ചോറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തിക്ക് വേണമെങ്കിൽ പോലും ഈ സാമ്പാർ എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്